സുഖമില്ലാത്ത മൃഗങ്ങളുടെയും ഒന്ന് ആശ്വാസം കൊടുക്കണം, ഒന്ന് തടവി കൊടുക്കണം. എന്താണ് നമ്മുടെ മൃഗത്തിന് അസുഖം? അതിന് വയറ്റുനൂക്കിന്റെ അസുഖമാണ്. വയറ്റുനിന്ന് അങ്ങനെ പോവുകയാണ്, ശോധന കൂടുതലായിപ്പോയി, വയറിളക്കം. അല്ലെങ്കിൽ അതിനിങ്ങനെ തല കറക്കം, തലക്ക് എന്തോ ഒരു പിരിപിരി കുടുങ്ങിയിട്ടുണ്ട്, തല വല്ലാതെ ഇട്ട് അടിക്കുന്നുണ്ട്. അതിനും ആശ്വാസം കൊടുക്കേണ്ടതുണ്ട്. ആശ്വാസം അതിന്റെ പുറത്തും ഇങ്ങനെ തടവിക്കൊടുത്താൽ ഉടമസ്ഥന്റെ ആ കരസ്പർശം ആ മൃഗത്തിന് വലിയ സാന്ത്വനമാകും. തങ്ങൾ ഇങ്ങനെ തടവിയിട്ട് ചോദിച്ചു, മൻ റബ്ബു ഹാദൽ ജമൽ ലിമൻ ഹാദൽ ജമൽ, ഈ ഒട്ടകന്മാരുടേതാണ്? ഒരു അൻസാരിയായ ചെറുപ്പക്കാരൻ ഓടി വന്നു, ലീ യാ റസൂലല്ലാഹ്, എനിക്കുള്ളതാണ്. തങ്ങൾ പറഞ്ഞു, അഫലാ തത്തഖില്ലാഹ ഫീ ഹാദിഹിൽ ബഹീമ, ഈ മൃഗത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹനെ പേടിക്കുന്നില്ലേ? അല്ലത്തി മല്ലകല്ലാഹു ഇയ്യാഹാ, നിങ്ങൾക്ക് അല്ലാഹു അതിനെ ഉടമപ്പെടുത്തി തന്നല്ലോ നല്ലൊരു മൃഗം എന്ന നിലക്ക്. പക്ഷേ ഫഇന്നഹു ശകാ ഇലയ്യ, ഈ ഒട്ടകം എന്നോട് പരാതിപ്പെട്ടു, അന്നക തുജീഉഹു, നിങ്ങൾ അതിനെ പട്ടിണിക്കിടുന്നു. അതിന് ഭക്ഷണം കൊടുക്കേണ്ടേ, നിങ്ങൾ പട്ടിണിക്കിടാൻ പാടില്ലല്ലോ. അല്ലാഹു തആല നിങ്ങൾക്ക് തന്ന വലിയൊരു അനുഗ്രഹമല്ലേ, ആ അനുഗ്രഹത്തിന് നിങ്ങൾ നന്ദി കാണിക്കേണ്ടതുണ്ട്. ഏതൊരു മൃഗത്തിനും അതിന്റെ അളവനുസരിച്ച് ഭക്ഷണം കൊടുക്കണം. പൂച്ചക്ക് എപ്പോഴും നമ്മൾ കഴിക്കുന്ന ഇറച്ചികളൊക്കെ കൊടുക്കൂലെങ്കിലും ഒരു നല്ല ഒരു 2 കഷ്ണമെങ്കിലും കൊടുക്കണം. നമ്മുടെ കൂട്ടത്തിൽ പലരും ഈ പൂച്ചയെ കാണുന്നത്, പൂച്ച ഒരു ജിന്നിന്റെ വർഗത്തിൽപ്പെട്ടതായിട്ട് എല്ല് മാത്രമേ അതിന് കൊടുക്കൂ. എന്നിട്ട് ആ എല്ലും ഉള്ളും അത് കടിച്ചു തിന്നാൻ പെടുന്ന പാട് എത്രയെന്ന് അറിയാം. നമ്മളത് കണ്ടിങ്ങനെ രസിക്കലാണ്. അങ്ങനെയൊക്കെയാണ് അതിന് അള്ളാഹു തെറ്റിച്ച്. അതുകൊണ്ട് അത് ഇങ്ങനെ കുറെയൊക്കെ തട്ടിക്കൊട്ടിയിട്ട് അങ്ങനെ തിന്നോട്ടെ. എന്നാ നല്ലൊരു സ്മൂത്തായ 1-2 കഷ്ണങ്ങളും അതിന് ഒരു റാഹത്തിൽ അങ്ങനല്ലേ ഭക്ഷണം കൊടുക്കേണ്ടത്. പഴയ കാലത്തെ ഉലമായിലും സാദാത്തുക്കൾക്കൊക്കെ പൂച്ചയോട് വലിയ പ്രതിബദ്ധതയും സന്തോഷവും സ്നേഹവും ഉണ്ടായിരുന്നു. ആ പൂച്ച നല്ല ജീവിയായതുകൊണ്ട് അതിനെ ഉറക്കം പോലും അതിൻ്റെ തകരാറാക്കി കളയരുത് എന്ന നിലക്കാണ് അഹ്മദുൽ കബീർ തിഫായി റളിയല്ലാഹു അൻഹുവിനെ ഇമാമത്ത് നിൽക്കാൻ ജനങ്ങൾ കാത്തു നിൽക്കാണ് പള്ളിയിൽ. മഹാനവറുകൾ ഒന്ന് വിശ്രമിച്ചപ്പോൾ പൂച്ച വന്ന് കടന്നു ഷർട്ടിന്റെ ഒരു ഭാഗത്ത്, ഒരു കപ്പിന്റെ ഭാഗത്ത്. പൂച്ചയുടെ ഉറക്കൻ കെടുത്തരുത് എന്ന് കരുതിയിട്ട് ആ ഭാഗം അങ്ങനെ കട്ട് ചെയ്തു കത്രിക കൊണ്ട്. എന്നിട്ട് അത് അവിടെ അയച്ചു വെച്ച് മഹാനവറുകൾ നിസ്കരിക്കാൻ പോയി. തിരിച്ചു വന്നപ്പോഴേക്ക് പൂച്ച എണീറ്റ് പോയിട്ടുണ്ട്. അത് തുന്നിപ്പിടിപ്പിക്കുകയും ചെയ്തു. അവർക്കൊക്കെ ഉള്ള സ്നേഹത്ര വലുതാ. സുൽത്താനുൽ ആരിഫീനല്ലേ മഹാനവറുകൾ. അതുകൊണ്ട് അതിന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കണം. അപ്പൊ എന്നും എല്ലും മുള്ളും കിട്ടുമ്പോൾ ചിലപ്പോഴൊക്കെ ഒന്ന് ഇറച്ചി കിട്ടിക്കോട്ടെ എന്ന് എഴുതിയിട്ട് പൊരിച്ചത് 1-2 കഷ്ണമൊക്കെ പൂച്ച എടുത്ത് തിന്നാ നമ്മളെ ഭാഷ കട്ടൂന്നാകരുത്. അതിന്റെ അവകാശം കുറച്ചെങ്കിലും അത് എടുത്തതാണേ പറയാവൂ. നമ്മളെ വീട്ടില് പൊരിച്ചത് മാത്രം ഇഷ്ടമുള്ള ഒരു മകനുണ്ട്, കറിയുള്ള ഇഷ്ടമല്ല. അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കാനും വീട്ടിലെ ഉപ്പ ഭക്ഷണം കഴിക്കാനൊക്കെ ബാക്കിയുണ്ട്. അവരൊക്കെ കുളിക്കുന്നതിലും അതുപോലെ തന്നെ അലക്കുന്നതിലൊക്കെ ചുവലായി നിൽക്കാൻ നിസ്കാരത്തിലൊക്കെ. ഈ മകന് പൊരിച്ചതിനോട് ഭയങ്കര ഇഷ്ടമാണ്. ആ കുട്ടി അതങ്ങനെ ഇരുന്ന് അങ്ങനെ കഴിച്ചു, വെള്ളം കുടിച്ചത് അങ്ങനെ കഴിച്ചു. തിരിച്ചു വന്ന് നോക്കുമ്പോ ചട്ടിയിൽ പൊരിച്ചു ഒറ്റൊന്നും കാണുന്നില്ല. എന്നാ അതിനെ സംബന്ധിച്ച് കുട്ടി കട്ടെടുത്തു എന്ന് പറയൂല. അതുപോലെ ആ വീട്ടിലെ ഒരു മെമ്പറാണ് ആ പൂച്ച. എന്തിനാണ് അതിനെ മാത്രം ആക്ഷേപിക്കുന്നത്? പൂച്ച എടുത്താൽ മാത്രം കട്ടെടുത്തു എന്ന്. പൂച്ച പാലെടുത്താൽ എന്തു പറയും? പൂച്ച പാല് കട്ടുപിടിച്ചു. പൂച്ച മീനെടുത്താൽ പൂച്ച മീന് കട്ടെടുത്തു. എപ്പോഴെങ്കിലും ഒക്കെ ഇറച്ചിയുള്ളത് ഭക്ഷിക്കാൻ നല്ല സൗന്ദര്യമുള്ളത് നമ്മൾ ഭക്ഷിക്കുന്നതിന് കൊടുക്കണ്ടേ? അല്ലെങ്കിൽ ഇടക്കിടക്കെടുക്കുമ്പോൾ ഒരു അവകാശമാണെന്ന് കരുതിയാൽ മതി. അതിനെ ആക്ഷേപിക്കേണ്ടതില്ല. അതിനും ഭക്ഷണം കൊടുക്കണം. ആ ഭക്ഷണം കൊടുത്തതിനുള്ള നന്ദി ബോധം നമ്മൾ അല്ലാഹു തആല തന്ന ആ മഖ്ലൂക്കിനോട് കാണിച്ചാൽ നമ്മൾ കുടുങ്ങുന്നിടത്ത് രക്ഷപ്പെടുത്താൻ അതിന് സാധിക്കും. ഇവിടം മാത്രമല്ല, പാരത്രിക ലോകത്തും അങ്ങനെ ഒരു രക്ഷയുണ്ടാകും.